നമുക്കൊപ്പം ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധനും അധ്യാപകനുമായ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇന്ന് രാവിലെ ഒരുപക്ഷെ ലോകം നല്ലൊരു വാർത്തയിലേക്കാണ് ഉണർന്നത് വേണമെങ്കിൽ പറയാം, ഡൊണാൾഡ് ട്രംപിന്റെ ആ പോസ്റ്റ്. പക്ഷെ അപ്പോഴും അത് ട്രംപ് ആയതിനെ കൊണ്ട് ചില ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും ഇറാനും ഇസ്രയേലും അംഗീകരിക്കുകയാണ്, വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയാണ്. പക്ഷെ അപ്പോഴും ഉയരുന്ന ചോദ്യം, ഇത് എന്ത് കോസ്റ്റിലാണ് ഇറാൻ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകില്ല എന്നൊരു നിലപാട് എടുക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതെന്തിനു വേണ്ടിയായിരുന്നു ഈ 12 ദിവസത്തെ ചക്കളത്തി പോരാട്ടം എന്ന് ആഴത്തിൽ ഇപ്പോൾ ലോകം പരിശോധിക്കാൻ പോവുകയാണ്. 12 ദിവസം കൊടുമ്പിരിക്കൊണ്ട ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഇസ്രായേലും ഇറാനിലും ഉണ്ടായിരുന്നു. അമേരിക്ക ഇടപെടുന്ന ഘട്ടം വന്നു. അമേരിക്ക ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. ഇവിടെ ഇവിടെ 3 പ്ലേയേഴ്സിനെ അവലോകനം ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ഇസ്രായേൽ, 2 ഇറാൻ, അത് അമേരിക്ക. ഇവിടെ നാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇടയ്ക്ക് നിന്ന് രക്തം കുടിക്കുന്ന ചെന്നായുടെ ഒരു സ്വഭാവം അമേരിക്ക കാത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. ഈ സംഘർഷമെല്ലാം തന്നെ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയെങ്കിൽ ആണവ പദ്ധതിക്ക് സ്ഥിരീകരണം ഉണ്ടാകണം. കൃത്യമായ സ്ഥിരീകരണം IAEA നടത്തിയിട്ടില്ല. അതായത് ആണവ ആയുധങ്ങൾ ഉണ്ടാക്കി എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ ഒരിടത്തൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇസ്രായേലിന്റെ സുരക്ഷാ പാരഡൈമിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായി തകർക്കുക എന്നത്. 2 പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചു. 1, ഇറാന്റെ ആണവ പദ്ധതി തകർക്കുക. 2, ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കുക. ഭരണമാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ത്രെട്ട് ഒഴിവാക്കാനാവൂ. ഇത് രണ്ടും നിറവേറ്റാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. കാരണം മുൻപ് പ്രഖ്യാപിച്ച ഹമാസുമായുള്ള യുദ്ധത്തിൽ, ഗാസയിലെ യുദ്ധത്തിൽ ഹമാസിനെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യുക, ബന്ദ് കൈമാറ്റം പൂർണ്ണമായും സാധ്യമാവുക, ഈ ലക്ഷ്യങ്ങളും ഇപ്പോഴും പെൻഡിംഗ് ആയി നിൽക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഭാഗികമായി തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റി. ഏതാനും വർഷത്തേക്ക് ഇറാന്റെ ആണവ കപ്പാസിറ്റി ഡെന്റ് ചെയ്യാൻ, തച്ചുടയ്ക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു. ഉടനടി ഒരു കാരണം ഭൂഗർഭ നിലയങ്ങൾ തകർക്കപ്പെട്ട സ്ഥിതിക്ക് അവിടുന്ന് ഫിസൈൽ മെറ്റീരിയൽ ഒരുപക്ഷെ മുൻകൂട്ടി മാറ്റിയിരിക്കാം. പക്ഷേ ആണവ സെൻട്രിഫ്യൂജുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ ആണവ നിലയങ്ങളും തകർന്നിരിക്കുന്നു. അത് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ലക്ഷ്യം കണ്ടിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം, ഏതാനും വർഷത്തേക്ക് ഇമ്മിനന്റ് ആയ ഒരു ഭീഷണിയെ ഒഴിവാക്കി നിർത്തി എന്ന ക്ലെയിം മാത്രമേ ഇസ്രായേലിനെ മുന്നോട്ട് വയ്ക്കാനാവൂ. അതിൽ കുറെയൊക്കെ സത്യമുണ്ട്. ഇപ്പോഴും പുറത്ത് വരുന്ന വിവരം അനുസരിച്ച് ആദ്യം മുതൽ ഇറാൻ എടുത്തിരുന്ന ഒരു സമീപനം നമുക്കറിയാമല്ലോ ഡോക്ടർ മോഹൻ വർഗീസ്. അതായത് ഇസ്രായേൽ അറ്റാക്ക് നിർത്തിയാൽ ഞങ്ങളും നിർത്തും എന്നുള്ളതായിരുന്നു. ഇപ്പൊ പിന്നെ അമേരിക്ക എന്തിന് അറ്റാക്ക് ചെയ്തു, അമേരിക്ക എന്തിന് ഇതിൽ ഡയറക്റ്റ് പങ്കാളികളായി എന്നൊരു ചോദ്യമുണ്ട്. അവർ രണ്ടുപേരും, ഇസ്രായേലും ആണെങ്കിലും അമേരിക്കയും ആണെങ്കിലും പറഞ്ഞൊരു കാര്യം, ഈ ഫോർദോയിലുള്ള 85% സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് എന്ത് ചെയ്യും ഇറാൻ, അതുമായി മുന്നോട്ട് പോകില്ല എന്ന് ഇറാൻ ഉറപ്പു നൽകിയോ? ആ ചോദ്യങ്ങൾക്കൊള്ളും ഇപ്പോഴും. അതുപോലെ ഏറ്റവും പ്രധാനമാണ് ഇറാനിലെ ഈ റെജീം ചേഞ്ച്, അതിലും ഒരു തീരുമാനമായിട്ടില്ല. പിന്നെ ഈ 12 ദിവസത്തിന് ശേഷം ഇന്ന് വളരെ പെട്ടെന്ന് ട്രംപ് വന്നതാ സമാധാനം പുനഃസ്ഥാപിക്കുന്നു, ഞാൻ ഇടപെട്ടു, വെടിനിർത്തൽ പ്രാബല്യത്തിൽ എന്നൊക്കെ പറയുമ്പോൾ കുറെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഏറെ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിലായിരിക്കുന്നത്. ഇതിൽ നേട്ടമുണ്ടാക്കിയ ഏക ശക്തി അമേരിക്ക തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ആഗ്രഹമാണ്, അഭിലാഷമാണ്, അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്കൽ കൺസേൺ ആണ് മധ്യ പൗരസ്ത്യ പ്രദേശത്തെ അതിന് കാലുറപ്പിച്ച് അമേരിക്കയ്ക്കും അതിന്റെ സൈനിക വിന്യാസങ്ങൾക്കും കാലുറപ്പിച്ച് നിർത്താൻ കഴിയുക. അങ്ങനെ കഴിയണം എങ്കിൽ അവിടെ അശാന്തി ഉണ്ടാകണം. പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കാൻ പാടില്ല. എന്നാൽ അസംതൃപ്തിയും അശാന്തിയും അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കണം. അവിടെ ഒരു ശക്തി ഉണ്ടാവണം. ആ ശക്തി അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് എന്ന ബോധം അറബ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും GCC രാജ്യങ്ങൾക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ഇറാൻ എന്ന രാജ്യത്തെ ഒരു ശത്രുവായി കണ്ടുകൊണ്ട് ഇറാൻ ഇസ്രായേലിന് മാത്രമല്ല അറബി ലോകത്തിനും വെല്ലുവിളിയാണ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നയിച്ചല്ലോ. അമേരിക്കയുടെ അൽ ഉദൈദ് താവളത്തിലേക്ക് വ്യോമാക്രമണം നടത്തി എന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ടേണിംഗ് പോയിന്റ്. അത് ഏതാണ്ട് അവസാനത്തെ ആക്രമണവും ആയിരുന്നു. അതുകൊണ്ട് അമേരിക്ക ഇറാനെ അടിച്ചു. ഇറാൻ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക്, ഇറാഖിലെയും അതുപോലെ ഖത്തറിലെയും കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി. അതുകൊണ്ട് അത് സമനിലയിൽ പിരിഞ്ഞു എന്ന് ക്ലെയിം ചെയ്യാം. പക്ഷേ ഒരു കാര്യത്തിൽ അമേരിക്ക കാര്യങ്ങൾ ഉറപ്പുവരുത്തി. ഒന്ന്, അമേരിക്കയുടെ B-2 ബോംബറുകൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നും ആക്രമണം നടത്താൻ
തയ്യാറാവും. അമേരിക്ക മറ്റാര് കണ്ണുരുട്ടിയാലും പേടിച്ചു നിൽക്കില്ല, തങ്ങൾ ആഞ്ഞടിക്കും എന്ന് ലോകത്തോടായി പറയാൻ ശ്രമിക്കുകയാണ്. അത് മാത്രമല്ല, സൗദി അറേബ്യയും ഖത്തറിനെയും ഒക്കെ സംരക്ഷിച്ചു നിർത്താൻ അമേരിക്കയുടെ സാന്നിധ്യം തുടർന്നും ആവശ്യമാണ്. അതുകൊണ്ട് കൂടുതൽ ആയുധ കരാറുകൾ അമേരിക്കയുമായി ഏർപ്പെടേണ്ടി വരും. അമേരിക്കൻ സൈനിക സന്നാഹങ്ങൾ ഇപ്പോൾ നിലവിലുള്ള 19 ഇടങ്ങളിൽ ഉണ്ട്. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാൻ ഇത് ഇടയാകും. അതുകൊണ്ട് ഇറാനെ വളയ്ക്കുകയും ചെയ്യാവൂ, ഒടിക്കരുത് എന്ന പ്രമാണം അമേരിക്ക കൃത്യമായി നിറവേറ്റിയിരിക്കുന്നു. ഇറാനിൽ ഒരു ഭരണമാറ്റം വേണമെന്ന ഇസ്രായേലിന്റെ ആഗ്രഹം അമേരിക്ക ഏറ്റുപറയുന്ന രംഗം കണ്ടു. മിസ്റ്റർ ഖൊമേനി, താങ്കൾ കീഴടങ്ങൂ, ഒരു ഭരണമാറ്റമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് എന്ന് ട്രംപ് പറഞ്ഞു വെച്ചു. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പം ഡൊണാൾഡ് ട്രംപാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഈ ട്രൂത്ത് സോഷ്യലിൽ ഈ ഒരു പോസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഓക്കെ, സമാധാന ചർച്ചകൾക്ക് സാധ്യതയുണ്ട്, വെടിനിർത്തൽ പ്രാബല്യത്തിൽ 6 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പോവുകയാണെന്ന്. അപ്പം വളരെ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് ആർക്കും അറിയില്ല. അത് കഴിഞ്ഞിപ്പം നൊബേൽ പ്രൈസ് ആണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അടുത്തത് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താൻ ട്രംപിന് കഴിയുമോ? ഇതൊന്നും ട്രംപ് ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങൾ നടക്കില്ല. സ്വീഡിഷ് സമാധാന കമ്മിറ്റി, നൊബേൽ കമ്മിറ്റി, ട്രംപിനെ 2026 വർഷത്തേക്കുള്ള സമാധാന നോബലിന് വേണ്ടി പരിഗണിക്കും എന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. കാരണം ഇങ്ങനെയല്ല, ഫോഴ്സ്ഡ് പീസ് എന്നതൊരു പീസ് അല്ല. മുൾമുനയെ നിർത്തിക്കൊണ്ട്, വാൾമുനയെ നിർത്തിക്കൊണ്ട്, കുന്തമുനയെ നിർത്തിക്കൊണ്ട്, ഒരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സമാധാനം കൊണ്ടുവരാനാവില്ല. ഡിക്റ്റേറ്റഡ് പീസ് എന്നത് പീസ് അല്ല, അത് സമാധാനമല്ല, അത് കൂടുതൽ സംഘർഷത്തിന് ഇടവരുത്തുകയേ ഉള്ളൂ. അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഉപയോഗിച്ചു എന്ന് പറയുന്ന തന്ത്രം തങ്ങൾ ഭീഷണിപ്പെടുത്തി. ഇപ്പൊ ഇന്ത്യയോടും പാകിസ്ഥാന്റെയും കാര്യത്തിൽ പറഞ്ഞതും അത് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഭീഷണി പ്രയോഗിച്ചു, വ്യാപാരം അവസാനിപ്പിക്കും, കഞ്ഞികുടി മുട്ടിക്കും 2 രാജ്യങ്ങളെ. അങ്ങനെ 2 രാജ്യങ്ങളും പേടിച്ച് അവരുടെ മിലിറ്ററി ഒഫീഷ്യൽസ് തമ്മിൽ സംസാരിച്ച് വെടിനിർത്തൽ കൊണ്ടുവന്നു എന്ന ട്രംപിന്റെ ക്ലെയിം. സമാനമായ ക്ലെയിമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഇറാനെയും ഇസ്രായേലിന്റെ ഉന്നത നേതാക്കളുമായി ഞാൻ സംസാരിച്ചു. അങ്ങനെ തന്റെ പ്രേരണ പ്രകാരം അവര് ആക്രമണം നിർത്തിവെച്ചു. അത് പറയുന്നതിന് കാര്യമായ ന്യായമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇസ്രായേൽ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. അങ്ങനെ ആക്രമണത്തിൽ പങ്കെടുത്ത ഒരു രാജ്യത്തിന് എങ്ങനെ മധ്യസ്ഥത വഹിക്കാൻ പറ്റും, എങ്ങനെ നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ പറ്റും? കുറെ ചോദ്യങ്ങളുണ്ട്. വളരെയധികം നന്ദി ശ്രീ മോഹൻ വർഗീസ് സംസാരിച്ചതിന്.